സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ ശ്രീജിത്ത് പണിക്കർ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഓരോ മനുഷ്യർക്കും, ഓരോ മതങ്ങൾക്കും അവരവരുടേതായ നിയമങ്ങളുണ്ട്. അപ്പോൾ പണിക്കരെ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നീ ഏത് പണിക്കനാണ്? നീ മരപ്പണിക്കാണോ, അല്ലെങ്കിൽ നീ മരപ്പണിക്കാരനാണ്, നീ സ്വർണ്ണപ്പണിക്കാരനാ? 2-3 പ്രാവശ്യം ചോദിച്ച്. നീ ഇനി കൊട്ടപ്പണിക്കനാണ്, നീ അലക്ക് പണിക്കനാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നീ ഒരു പണിക്കരാണ്, രാഷ്ട്രീയ നിരീക്ഷകനാണ്, നിഷ്പക്ഷനാണ് എന്നൊക്കെ പറഞ്ഞാണ് നീ ചാനലിൽ വരുന്നത്. നീ മുസ്ലിങ്ങളെ ചൊറിയാനും മുസ്ലിങ്ങളെ നിയമം പഠിപ്പിക്കാനും നീ ശ്രമിക്കണ്ട. ഇറാനിൽ അങ്ങനെയാണ്. ഇറാനിൽ ഹിജാബ് എന്നുള്ള വാക്ക് അറബി വേർഡാണ്. നിനക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാ. അപ്പൊ ഹിജാബ് എന്നുള്ള പ്രശ്നം ഇവിടെ മാറ്റ്. മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നീ അറബ് പറയണ്ട, നീ മലയാളം പറഞ്ഞാൽ മതി. നീ അതായത് തലയിൽ തട്ടമിടുന്നു എന്ന് പറഞ്ഞാൽ മതി. ഹിജാബ് എന്നുള്ള പ്രശ്നം ഇവിടെ വേണ്ട. സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അതായത് ഇസ്ലാമിന്റെ നിയമം, നീ നിയമം ഇസ്ലാമിൻ്റെത് പഠിക്കാതെ ഏതെങ്കിലും തെണ്ടികൾ പറയുന്നത് കേട്ട് നീ വന്നിരുന്ന ചാനലിനുണ്ടാക്കരുത്. ഞാൻ നിന്റെ അടുത്ത് 2-3 പ്രാവശ്യം നിന്റെ അടുത്ത് ഞാൻ വീഡിയോ ഇട്ട് നിനക്ക് പറഞ്ഞു തന്നതാണ്. അതായത് നിയമം, ഇസ്ലാമിന്റെ നിയമം നീ എന്താണെന്ന് പഠിക്കാതെ വന്നിരുന്നിട്ട് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഇല്ലാന്ന് നീ ആരെ കോടതി ചോദിച്ചപ്പോഴത്തെ ഏതോ ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞു. ആരാണ് ഇസ്ലാമിക പണ്ഡിതൻ? നിന്റെ അളിയൻ എവനാണ്? ആരിഫാണ് ഇസ്ലാമിക പണ്ഡിതൻ? അവൻ എന്തറിയാം? അപ്പൊ ഈ തന്ത ആരാണെന്ന് അറിഞ്ഞുകൂടാത്തവന്മാരുടെ അടുത്തല്ല ചോദിക്കാനുള്ള ഇസ്ലാമിക പണ്ഡിതന്റെ അടുത്ത് ചോദിക്കണം. അതായത് സ്ത്രീകൾ തലമറയ്ക്കൽ നിർബന്ധമാണ്. നിനക്ക് കൊട്ടപ്പണിക്ക, നിനക്ക് അറിഞ്ഞുകൂടാത്തന്റെ പണിക്കന്റെ പണി നീ ചെയ്യണം. അല്ലാതെ ഇസ്ലാമിന്റെ കാര്യം നീ ചർച്ച ചെയ്യണ്ട. അതിനിവിടെ നിയമങ്ങളുണ്ട്, അത് ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട്, അവർ ചെയ്തോളും. നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കരുത്. അതായത് നിർബന്ധമാണ് സ്ത്രീകൾ തലമറയ്ക്കുക എന്നുള്ളത്. പുറത്തിറങ്ങുമ്പോൾ അവരുടെ വീട്ടിനകത്ത് കുഴപ്പമില്ല. അപ്പോ അത് ഔറത്ത് എന്ന് പറഞ്ഞാൽ മറയ്ക്കേണ്ട ഭാഗം തന്നെയാണ്. അവരുടെ സെക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് തലമുടി എന്ന് പറയുന്നത്. അത് നീ മനസ്സിലാക്കാത്തത്. അപ്പോൾ നിനക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ ശരിയായ വിവരമുള്ള, ബോധമുള്ള ഏതെങ്കിലും, നീ ചാനലിലൊക്കെ വന്നിരുന്ന നല്ല തലപ്പാവ് കെട്ടും താടിയൊക്കെ വെച്ച ആൾക്കാരുണ്ട് മുസ്ലിയാക്കന്മാര്, അവരുടെ അടുത്ത് പോയി ചോദിക്കാം. അല്ലെ ആരിഫിനെ പോലുള്ള തെണ്ടികളുടെ അടുത്ത് ചോദിച്ചല്ല നീ ഇസ്ലാമിക പണ്ഡിതനാണെന്ന് അവൻ ഇസ്ലാമിക പണ്ഡിതനാണെന്ന് പറയാനുള്ള. ഏതോ കോടതി ഏതോ ഒരു പണ്ഡിതന്റെ അടുത്ത് ചോദിച്ചപ്പോ അങ്ങനെ ഒരു നിയമം ഇല്ല എന്ന് പറഞ്ഞത് നിനക്കെന്തറിയാം? നീ ഏത് കോടതി വിധി എങ്ങനെ എടുത്തിട്ട് വാ. അല്ലാതെ നീ ഇരുന്ന് ഈ തെണ്ടിത്തരം പറയരുത്. ചാനലിൽ വന്നിരുന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. നീ അത് മനസ്സിലാക്ക്. അതായത് നിർബന്ധമാണ്